പുരാവസ്തു കേസിലല്ല ഇപ്പോൾ അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്, പോക്സോ കേസിലാണ്. അതിനു മുന്നേ ഒരു 3-4 സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? അല്ല, അത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 8 മാസം മുമ്പ് ഒരിക്കൽ ക്രൈംബ്രാഞ്ചിലേക്ക് ഒരു മൊഴി കൊടുക്കാൻ വേണ്ടി, കേസുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുക്കാൻ വേണ്ടി ഞാൻ സന്ദർശിച്ചിരുന്നു. അന്ന് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു പെൺകുട്ടി അവിടെ വന്നിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് വയ്യാറസ്റ്റം അവരുമായിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ സംസാരിക്കുക. ഞാൻ വെളിയിൽ നിൽക്കുക, ഞാൻ വന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ വെളിയിൽ നിൽക്കുക. പക്ഷെ ഇവർ വരുന്ന വിവരം മോൺസന്റെ മുൻ ഡ്രൈവർ അജി എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പം മോൺസൺ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകി മോൺസന്റെ ഈ പറയുന്ന കലൂര് വീട്ടിൽ കുറച്ചു കാലമൊക്കെ നിന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഈ പെൺകുട്ടി അവിടെ വന്ന് റെസ്റ്റുമായിട്ട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ ഞാൻ അകത്തേക്ക് കയറിയപ്പം ആ പെൺകുട്ടിയെ ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി പരാതി എടുക്കാൻ ശ്രമിച്ചു എന്ന് ആ പെൺകുട്ടി തന്നെ എന്നോട് പറഞ്ഞു. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത് ചോദ്യം ചെയ്തു, എന്തിനാണ് ഇത്തരത്തില് ഒരു നടപടിയിലേക്ക് നിങ്ങൾ കടക്കുന്നതെന്ന് ചോദ്യം ചെയ്തപ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല, നമ്മളത് ചോദിച്ചു, അവരത് നിഷേധിച്ചു എന്ന് പറഞ്ഞ് അവിടുന്ന് കരഞ്ഞുകൊണ്ട് ആ കുട്ടി വെളിയിലിറങ്ങി അതവിടെ അവസാനിപ്പിച്ചു. ഇത് മറ്റൊരു മുഖമാണ്. പുരാവസ്തു തട്ടിപ്പിന്റെ മാത്രമല്ല, സ്ത്രീ വിഷയത്തിലും ഇത്രയധികം ക്രിമിനൽ ആയിരുന്നു ഈ മോൺസൺ. അല്ല, അതിനെ തുടർന്ന് അതായത് ഈ സംഭവത്തിന്റെ ശേഷം വയ്യാറസ്റ്റം എന്നോട് വളരെ വൈരാഗ്യപൂർവമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു. അതുവരെ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഞാൻ ഈ പല കാര്യങ്ങളും ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ DGP വന്നപ്പോൾ ഹൈക്കോടതിയിൽ പോലീസ് കൊടുത്ത സത്യവാങ്മൂലത്ത് പറയുന്നത് യാദൃശ്ചികമായിട്ടാണ് അവരവിടെ വന്നത്. അന്നത്തെ സുജിത് ദാസ് SP ആയിരുന്ന സുജിത് ദാസ് IPSന്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എറണാകുളത്ത് വന്നപ്പോൾ യാദൃശ്ചികമായിട്ട് അവിടെ കയറി. അപ്പോൾ മോൺസൺ പക്ഷേ DGP വരുന്ന വിവരം നേരത്തെ ഞങ്ങളെ വിളിച്ചറിയിച്ച വോയിസ് റെക്കോർഡ് ഞങ്ങൾ കൊടുത്തു. യാദൃശ്ചികമല്ല. അപ്പൊ ഇത് ഞങ്ങൾ കൊടുത്തപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടരുത് എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഇത്തരത്തിൽ DYSP ഓരോ ഘട്ടത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാതലായ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ, പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കായിരുന്നു DYSPയുടെ നീക്കം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഈ വന്ന പെൺകുട്ടിയുടെ വിഷയത്തിന്റെ ശേഷം രൂക്ഷമായി പ്രത്യക്ഷത്തിൽ എനിക്കെതിരെയുള്ള എന്നെ ശരിയാക്കി കളയും, എന്റെ ചിരി അവൻ അയച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് 1-2 വർഷത്തിന്റെ ഓഡിയോ ഒക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വോയിസ് മെസ്സേജുകളും ഓഡിയോയും എനിക്ക് അയക്കാൻ തുടങ്ങി. അപ്പൊ ഈ സംഭവത്തിന്റെ ശേഷം ഞാൻ ഈ പെൺകുട്ടിയെ ഫോണിൽ ബന്ധപ്പെട്ടു. ഫോണിൽ ഞാൻ വിളിച്ചിട്ട്, അന്ന് നിങ്ങൾ വന്നപ്പം ഇങ്ങനൊരു സംഭവം നടന്നു, അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇടപെട്ടതിന് ശേഷം എന്നോട് വൈരാഗ്യത്തിലാണ് ഇദ്ദേഹം, എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളിവിടെ എത്തിപ്പെടാണ്ടായ സാഹചര്യം? അപ്പോൾ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഇദ്ദേഹവും മോൺസന്റെ മുൻ ഡ്രൈവർ അജിത്തും എന്നെ ബാംഗ്ലൂരിൽ വന്ന് കണ്ടിട്ട് എൻ്റെ നഗ്ന ഫോട്ടോ ഉണ്ട് എന്നും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയിട്ട് അത് വെരിഫൈ ചെയ്തതിന് ശേഷം പരാതി തരണമെന്നും പറഞ്ഞിട്ട് അതിനെ തുടർന്ന് ഞാൻ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. അത്തരത്തിലൊരു ഫോട്ടോ ഇല്ല എന്ന് ഞാൻ ആവർത്തിച്ച് നിഷേധിച്ചിട്ടും അവരത് അംഗീകരിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് അവർ സംസാരിക്കുന്ന മുഴുവൻ വോയിസ് റെക്കോർഡും എൻ്റെ കയ്യിലുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായിരുന്നത് പല താല്പര്യങ്ങളിലേക്കും പല കാര്യങ്ങളും മറച്ചു വെക്കാൻ പല രീതിയിലുള്ള കേസുകളും ഇതിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചു. ഇതും ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ ഞാൻ വിളിച്ച് രണ്ടാമത് സംസാരിച്ച് ആ വോയിസ് റെക്കോർഡ് ഞാൻ എടുത്ത് അത് ഞാൻ ഇദ്ദേഹത്തിന്റെ മുകളിലുള്ള, അതായത് ഞങ്ങളുടെ കേസിന്റെ സൂപ്പർവിഷൻ അന്ന് IGP ക്രൈംബ്രാഞ്ച് IGP തിരുവനന്തപുരമാണ്. അപ്പൊ അദ്ദേഹത്തിനും ADGPക്കും ഒക്കെ ഞാൻ കംപ്ലൈന്റ് ആക്കി പറഞ്ഞു കൊടുത്തു, ഇത്തരത്തിൽ എന്തിനാണ് ബലം പ്രയോഗിച്ച് കേസെടുക്കാൻ ശ്രമിക്കുന്നത്, ഇത് നമ്മളെ കേസിനെ ദോഷം ചെയ്യില്ലേ എന്ന് ചോദിച്ച് അവർക്കൊക്കെ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഇവരെ വിളിച്ച് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കേസിലല്ലാതെ മറ്റൊരു കേസിലും ഇടപെടരുത് എന്ന് എന്നെ താക്കീത് ചെയ്തു. അപ്പോൾ ഇവരുടെ ഒക്കെ പരാതിയിൽ പറയുന്നത് ഞങ്ങളുടെ കേസിൽ മോൺസൺ അറസ്റ്റിലായതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ധൈര്യം
കിട്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നതെന്നാണ് എല്ലാ കേസിലും പറയുന്നത്. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ വസ്തുതയാണോ എന്നാണ് ഞാൻ അന്വേഷിക്കാൻ പിന്നീട് ഇറങ്ങിയത്. കാരണം ഞങ്ങളുടെ പണം കണ്ടെത്തുന്നില്ല ക്രൈംബ്രാഞ്ച്, ഞങ്ങളുടെ പണം കണ്ടെത്തുന്ന ഒരു അന്വേഷണം നടക്കുന്നില്ല. മോൺസന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, മോൺസന്റെ ജീവനക്കാരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ ഞങ്ങളുടേതായ സോഴ്സിൽ പിന്നെ സംഘടിപ്പിച്ചു. അപ്പൊ അതിലൊക്കെ നിരവധിയായ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഗുരുതരമായി നിയമസഭയിൽ പോലും മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പാണ് ചെമ്പോല വിഷയം. അതെ, അത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്നത്. ഞാൻ പറഞ്ഞത് മോൺസൺ അതിൽ പ്രതിയാ. മോൺസനാണോ അത് മാധ്യമങ്ങളിൽ കൊടുത്ത് വാർത്തയാക്കിയത്? അതിന്റെ ആ വിഷയം പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി നടന്ന വാർത്തയും അതിന്റെ പിന്നിൽ 10 ലക്ഷം രൂപയുടെ ഇടപാടുമുണ്ട് എന്ന് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്ന് എന്നെ താക്കീത് ചെയ്യാം. യഥാർത്ഥത്തിൽ സർക്കാർ തന്നെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞാണ് ഇത് അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന്. അപ്പൊ ഈ കേസുകളൊക്കെ അട്ടിമറിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട്, അതേപോലെ മറ്റൊരു ചാനൽ ഈ 10 ലക്ഷം രൂപയാണ് അതുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻ നടന്ന അക്കൗണ്ടിൽ, അതുപോലെ തന്നെ മറ്റൊരു മാധ്യമത്തിനും 10 ലക്ഷം രൂപ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ മാധ്യമങ്ങൾക്കൊക്കെ വലിയ ഭീമമായ തുക കൊടുത്തിട്ട് ഈ മാധ്യമങ്ങളിലൂടെ തൻ്റെ കയ്യിലുള്ളതെല്ലാം ഒറിജിനൽ പുരാവസ്തുക്കളാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഇത് വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഭീമമായ പണം ഒരാൾ നൽകി അതൊരു പരസ്യം നൽകി കേവലം എന്ന് വാക്ക് പറഞ്ഞങ്ങ് തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ നടപടിയല്ല. ഞാൻ ഈ മാധ്യമവുമായി ബന്ധപ്പെട്ട് തന്നെ മാധ്യമം എന്ന വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് ഞങ്ങൾ ഒരു ഭീഷണിക്കും വഴങ്ങുന്നവരല്ല. ചാനൽ 91 സത്യസന്ധം എന്ന് ഞങ്ങൾക്ക് പരിപൂർണമായി ബോധ്യപ്പെടുന്ന വാർത്തകൾ സധൈര്യം സാധാരണ ജനങ്ങളിൽ എത്തിക്കുവാൻ ഞങ്ങൾ ധൈര്യം കാണിക്കും. ഞങ്ങൾക്കെതിരെ ഇനി എന്ത് കേസ് അന്വേഷണം വന്നു കഴിഞ്ഞാലും അതിനെ നേരിടുവാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്, ഞങ്ങൾക്ക് മനസ്സുണ്ട്. കാരണം ഇവരുടെ പണം നഷ്ടമായി, ശരിയാണ്. അതിൻ്റെ കൃത്യമായ തെളിവുകളും രേഖകളും അവരുടെ കയ്യിലുണ്ട്. അവർ സംരക്ഷിക്കപ്പെടേണ്ട, അന്വേഷിക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥർ ശരിയായ പാതയിലൂടെയല്ല യാത്ര ചെയ്യുന്നത്. അവർ കൈക്കൂലി വാങ്ങി അവരുടേതായ രീതിയിൽ വാർത്തയെ, സത്യത്തെ വളച്ചൊടിക്കുവാൻ ശ്രമിക്കുന്നു. അത് ഇവിടെയുള്ള അധികാരികൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഭീമമായ ഒരു സാമ്പത്തിക ലാഭമോ പണമോ എന്തെങ്കിലും ആഗ്രഹിച്ച് പണം കൊടുത്തവരല്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് വരെ ഞങ്ങൾ മോൺസനെതിരെ സിവിൽ കേസ് കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും പണം നഷ്ടപ്പെട്ട ഒരു വിഷയത്തിൽ നമ്മളൊരു ക്രിമിനൽ കേസ് കൊടുത്താൽ നമുക്ക് ക്രിമിനൽ കേസിൽ ഈ പണം തിരിച്ചു കിട്ടാനുള്ള നിയമമുണ്ട് ഇവിടെ? ഇല്ല. നമുക്ക് പണം തിരിച്ചു കിട്ടണമെങ്കിൽ സിവിൽ കേസ് കൊടുക്കണം. മോൺസന്റെ വീട്, ചേർത്തലയിലെ വീട് അറ്റാച്ച് ചെയ്യാൻ ഞങ്ങൾ പോയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ ശേഖരിച്ചപ്പോൾ മറ്റ് ആളുകൾക്ക് നമ്മൾ കൈമാറുകയാണ് ചെയ്തത്. കാരണം പണം, സാമ്പത്തിക ലാഭം ആഗ്രഹിച്ചിട്ടാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ കുടുങ്ങിയത് എങ്കിൽ ഞങ്ങൾ ഇത്തരത്തിലൊരു പരാതിയുമായി പോലും മുമ്പോട്ട് വരില്ലായിരുന്നു. കാരണം ഞാൻ ശേഖരിച്ച തെളിവുകളും ഞാൻ ശേഖരിച്ചു വെച്ച ഡോക്യുമെന്റ്സുകളും വെച്ചിട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം ഞങ്ങൾക്ക് ഭീഷണിയിലൂടെ വാങ്ങിക്കൂടെ? എന്റെ കയ്യിലുള്ള ഈ ഡോക്യുമെന്റുകൾ, ഞങ്ങൾക്ക് പണം നഷ്ടപ്പെടാനുണ്ടായ ഈ ഡോക്യുമെന്റുകൾ, ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. ഈ കേസിൽ ഉൾപ്പെട്ട പല ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരും ഞങ്ങൾക്ക് ഓഫർ ചെയ്ത കാര്യങ്ങളുണ്ട്. എന്റെ ഈ വാട്സപ്പിൽ വരെ ഉണ്ട്. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനും പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം DYSP തന്നെ ഞാനും മോൺസന്റെ മകനുമായി ഒരു കൂടിക്കാഴ്ച നടത്തി, എന്നിട്ടൊരു ഗൂഢാലോചനയുടെ ഒരു പരുവത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹം എന്റെ പിന്നിൽ തുടർച്ചയായിട്ട് എന്തിന് ആളുകളെ വിടണം? ഞാനൊരു പൊതുസ്ഥലത്ത് നിൽക്കുമ്പോൾ മോൺസന്റെ മകൻ അതിലെ കടന്നു പോകുമ്പോൾ മോൺസന്റെ വീട്ടിൽ 12 വർഷം ജോലി ചെയ്ത ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഇടത്തിലേക്ക് ഒരു സർബത്ത് കടയിലെ ഓപ്പൺ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്നിട്ട് നമ്മൾ അവിടുന്ന് ഗൂഢാലോചന നടത്തണോ? ഈ കൊച്ചിയിൽ, കോഴിക്കോട് നിന്ന് ഞാൻ വരുമ്പോഴൊക്കെ റൂം എടുത്ത് നിൽക്കുന്ന വ്യക്തിയാ. എനിക്കൊരു ക്ലോസ്ഡ് സർക്കിളിലേക്ക് അവരെ കൊണ്ടുപോകാമല്ലോ. അപ്പൊ ഇതിൽ നിന്നെന്താ ഈ ഗൂഢാലോചനയും എന്നെ ഫോളോ ചെയ്യുന്നതും ഇതെല്ലാം ഈ പറയുന്ന ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇവരുടെ ഒരു സംവിധാനത്തിൽ വന്ന പാളിച്ചയും അല്ലെങ്കിൽ ഇവരുടെ സംവിധാനത്തിൽ ഇവർ പണം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമത്തിന്റെയും തുടർച്ചയാണ് ഈ തട്ടിപ്പ് ഇവിടെ നടന്നത്. എന്തായാലും തട്ടിപ്പിന്റെ മുഴുവൻ രേഖകളും നിങ്ങളുടെ കൈവശമുണ്ട്. തീർച്ചയായും ശബ്ദരേഖയായാലും സീൽ ഉൾപ്പെടെയുള്ള വ്യാജമായി ചമച്ചതും നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം ഈ ഒരു കേസ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? മുഖ്യമന്ത്രിക്ക് നിങ്ങൾ നേരിട്ട് പരാതി കൊടുത്തോ? അദ്ദേഹം നിങ്ങളെ കാണുവാനുള്ള അനുവാദമുണ്ടായോ? എവിടെ എത്തി നിൽക്കുകയാണ് കേസ്? ഈ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി കൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഞാൻ അറിയുന്നത് ഈ ചാനൽ വഴി
ഷമീറിനെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോഴാണ് ഷമീറിനോട് ചോദിക്കുന്നത്, ഷമീർ എന്താണ് കേസിൽ സംഭവിക്കുന്നത്? കാരണം ഷമീർ ആയിരുന്നു ഫോളോ അപ്പ് ചെയ്തിരുന്നത്. ഞാൻ എൻ്റെ ബിസിനസ്സുമായിക്കൊണ്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഷമീറാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷമീർ ഇത് ഇങ്ങനെ പോയാൽ കഴിയില്ല, കാരണം ഇതിന് ഈ അനൂപിനെ പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ഞാൻ. അനൂപ് വഴിയാണ് നിങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടത്. അപ്പൊ ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം ഈ സമൂഹത്തോടുണ്ട്, എന്നോടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് പുറത്തു കൊണ്ടുവന്നേ മതിയാവും. കാരണം ഈ ഭാഗികമായ തെളിവുകൾ, ഈ KPCC പ്രസിഡന്റ് രണ്ടാമത്തെ പ്രതി 10 ലക്ഷത്തിന്റെ കേസാണുള്ളത്. എബി മൂന്നാം പ്രതി എന്താണുള്ളത്, KPCC പ്രസിഡന്റിനെ കണക്ട് ചെയ്ത് കൊടുത്തു. ഈ 2-3 പ്രതികളെ കൊണ്ട് ഞങ്ങളുടെ 10 കോടിക്ക് എങ്ങനെയാണ് മറുപടിയാകുക? കാരണം പ്രതികളാവുമ്പോൾ ആ 10 കോടി കൈപ്പറ്റിയവരായിരിക്കണം. ആ 10 കോടി ഉപയോഗിച്ച ബെനിഫിഷ്യറീസിനായിരിക്കും അറസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ 10 ലക്ഷവും ഈ കണക്ട് ചെയ്ത ആളുമായിക്കൊണ്ട് ഞങ്ങൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ആ കോടതിയിൽ ആ കേസ് തള്ളുകയും ഞങ്ങളുടെ പൈസ നഷ്ടപ്പെടുകയും ചെയ്യും. അതുമാത്രമല്ല, ഇതിന്റെ യാഥാർത്ഥമായിക്കൊണ്ടുള്ള വസ്തുത പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ ധാർമ്മികമായിക്കൊണ്ട് എനിക്കും തീർച്ചയായിക്കൊണ്ടും അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഷമീറിനോട് പറഞ്ഞു, ഷമീറെ അങ്ങനെയാണെങ്കിൽ ഇത് CBIക്ക് വിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പരാതി വീണ്ടും കൊടുക്കണം. ആ അടിസ്ഥാനത്തിൽ ഷമീർ ആദ്യം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. അതിന്റെ ശേഷം ഞാൻ കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിട്ടുണ്ട് മെയിലിൽ. പിന്നെ ഈ കേസ് CBIക്ക് വിട്ട് സമഗ്രമായ അന്വേഷണം വേണം. കാരണം ഈ കേസിന്റെ ഉറവിടവും ഈ കേസിന്റെ ബാക്കിയുള്ള യഥാർത്ഥ പ്രതികളും കേരള സംസ്ഥാനത്തിന് പുറത്തുള്ളതാണ്. ഈ കേസിന്റെ ഓരോ സംഭവ വികാസങ്ങളും നടന്നിട്ടുള്ളത് ബാംഗ്ലൂര്, ഡൽഹി, ബോംബെ തുടങ്ങിയ പ്രദേശങ്ങളിൽ, തുടങ്ങിയ ടൗണുകളിൽ അല്ലെങ്കിൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കേസല്ല. ഇതിന് സമൂലമായ ഒരു അന്വേഷണം നടത്തി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. തീർച്ചയായിട്ടും CBI അന്വേഷണം തന്നെ വന്നാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ഇപ്പം ഈ പറയുന്ന പോലെ നിരപരാധികളായ ഒരു പ്രതികളും ഫേക്കായിട്ടുണ്ടാക്കിയ ഒരു പരാതികളും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളതല്ല. സത്യസന്ധമായ യാഥാർത്ഥ്യമായ വിവരങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി എൻ്റെ കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഞാനൊരിക്കലും മോൻസനെ കണ്ടിട്ടില്ല, മറ്റു മീഡിയകളിൽ നിന്നുള്ള അറിവ് മാത്രമാണ്. എന്നാൽ നിങ്ങൾ കുറേ വർഷങ്ങൾ അടുത്ത് ഇടപഴകുകയും ചെയ്തു. അയാളുടെ വീട്ടിലുണ്ടായിരുന്ന വാഹനങ്ങൾ BMW, ബെൻസ്, ഓഡി ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ ഈ കവർ മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഈ എംബ്ലംസ് മാത്രമാണ് ശരി, ബാക്കിയൊക്കെ പഴയ വാഹനങ്ങളായിരുന്നു എന്നൊക്കെ മീഡിയയിൽ വന്നിരുന്നു. അതൊക്കെ തെറ്റാ. ഒറിജിനൽ വാഹനങ്ങൾ തന്നെയാണ്. അതിൽ ചില വാഹനങ്ങളിൽ അൾട്ടർ ചെയ്തിട്ടുണ്ട്, ചില പാർട്സുകൾ അങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് എന്നല്ലാതെ ആഡംബരമായ ജീവിതമായിരുന്നു. ആ ആഡംബരമായ മദ്യപിക്കുമായിരുന്നു അദ്ദേഹം. മദ്യപാനില്ല, എന്റെ അറിവില്ല മദ്യപാനം. മറ്റുള്ള ദുശ്ശീലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. മദ്യപാനം, സിഗരറ്റ് വലി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഉള്ളതുപോലെ തന്നെ പറയാം. പക്ഷെ ആരെയും പറഞ്ഞുള്ളൊരു കഴിവ് അതാണ്. ഏതൊരാളെയും പറഞ്ഞു മയക്കുവാനും കൺവിൻസ് ചെയ്യാനുള്ള ഒരു അസാധ്യമായ കഴിവ്, അസാധ്യം തന്നെ പറയാം, അസാധ്യമായ ഒരു കഴിവുണ്ടായിരുന്നു. ആ കഴിവിലായിരിക്കണം ഒരുപാട് ആളുകൾ ഇതിലേക്ക് ട്രാപ്പിലാവാനുള്ള കാരണം. പിന്നെ അതുപോലെ തന്നെ പണം കൊടുക്കുന്ന ആളുകൾക്ക്, അതായത് ഇപ്പോ ഇതിലെ പരാതിക്കാരനായ അനൂപിന് BMW കാർ ഉപയോഗിക്കാൻ മോൺസൺ കൊടുത്തിട്ടുണ്ട്. മോൺസൺ അറസ്റ്റ് ചെയ്തതിന്റെ ശേഷമാണ് ആ കാറ് മോൺസൺ ക്രൈംബ്രാഞ്ചാണ് കസ്റ്റഡിയിലെടുത്തത്. അതേപോലെ തന്നെ പരാതിക്കാരനായ യാക്കൂബിന് പോർഷെ കാർ കൊടുത്തിട്ടുണ്ട്. പോർഷെ കാർ അത് ക്രൈംബ്രാഞ്ചാണ് പിന്നീട് കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹത്തിന് ഒരു C ക്ലാസ് ബെൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റൊരു പരാതിക്കാരനായ സലീമിന് ഒരു BMW കാർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫോർഡിന്റെ ഒരു കാർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ക്രൈംബ്രാഞ്ച് പറയുന്നത് പോലെ ഇതൊന്നും അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഈ ഒറിജിനൽ കാറുകളും ഇത്തരത്തിലുള്ള ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഇത് യഥാർത്ഥ വസ്തുത ഇതൊക്കെ മറച്ചു വെച്ച് ഇത്തരത്തിൽ മീഡിയക്കൊക്കെ അത് കവറാണ്, ഇതൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബോധപൂർവം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക, അവിടെയുള്ള യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇദ്ദേഹം ഈ വിവാദങ്ങൾ പുറത്തു വന്നപ്പോ മോൺസന്റെ വീട്ടിലെ മോഷണ കേസ് അന്വേഷിക്കാനാണെന്നും പറഞ്ഞ് അവിടെ മുഴുവൻ മീഡിയക്കാരെയും വിളിച്ചു വരുത്തി ഇതെല്ലാം തുറന്ന് കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് നിയമപ്രകാരം, പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തിന് മീഡിയയെ ബൈറ്റ് ചെയ്യാൻ പാടില്ല. അദ്ദേഹം അത് മറികടക്കാൻ തെളിവെടുപ്പ് എന്ന വ്യാജാനം മുഴുവൻ മാധ്യമങ്ങളെയും ഇത്രയും കാലം 2 കൊല്ലമായിട്ട് പൂട്ടിക്കിടന്ന വീട്ടിൽ വൈദ്യുതി ഉൾപ്പെടെ
സജ്ജീകരിച്ച് അകത്ത് കയറ്റി. ശരി. ഇതൊക്കെ ഞങ്ങൾക്കെതിരെയുള്ള ഗൂഢാലോചന, ഞങ്ങൾക്കെതിരെ ഹവാല ആരോപണം സമൂഹത്തിലേക്ക് ഉന്നയിക്കാൻ ഇതിന്റെ ഒക്കെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളാണ്. അവർക്ക് എന്താണ് ഇത്ര മറച്ചു വെക്കാനുള്ളത്? ഇപ്പൊ ഏതായാലും ഹവാല പണമിടപാട് എന്ന് അന്വേഷണ സംഘത്തിന്റെ തലവൻ തന്നെ പറഞ്ഞു, ഇത് CBIക്ക് വിടട്ടെ, ഞങ്ങൾക്ക് ഏത് അന്വേഷണം നേരിടാനും ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹത്തിനെതിരെ കൈക്കൂലി കേസ് ഞങ്ങളും കൊടുത്തിട്ടുണ്ട് വിജിലൻസ് അത് പ്രാഥമിക അന്വേഷണം നടത്തുന്നുണ്ട്, അതിനെ മൊഴി രേഖപ്പെടുത്തി. അപ്പൊ പരാതിക്കാർ അദ്ദേഹത്തിനെതിരെയും അദ്ദേഹം ഞങ്ങൾക്കെതിരെയും ആരോപണം ഉന്നയിച്ച സ്ഥിതി ഇനി ഈ കേസ് ഇദ്ദേഹം അന്വേഷിക്കുന്നത് ശരിയാണോ? അല്ല, അത് ഒരു ഉന്നത ഏജൻസി ഏറ്റെടുത്ത് അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് അതിൽ ഒരു ഭയപ്പാടുമില്ല. YR റസ്റ്റം DYSP, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ളവർ, മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ നടൻ മോഹൻലാൽ, പ്രിയ ഗായകൻ MG ശ്രീകുമാർ, KPCCയുടെ അധ്യക്ഷൻ K സുധാകരൻ, ഇങ്ങനെ തുടങ്ങുന്നു കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്ങലിൻ്റെ സൗഹൃദ പട്ടിക. എന്തൊരു നാണക്കേടാണ്, എന്തൊരു ലജ്ജാവഹമാണ്. ഇത് മാറണം. ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന് പുറം ലോകം അറിയണം. മാതൃകാപരമായി പരമാവധി ശിക്ഷ അവർക്ക് ലഭിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഒരു തുറന്ന ചർച്ചയ്ക്കായി ഇവരെ ഞങ്ങൾ ചാനൽ 91ലേക്ക് ക്ഷണിച്ചത്. ഈ കേസിൻ്റെ പിറകെ ഞങ്ങളുണ്ട്. അതായത് സത്യത്തിനൊപ്പം, സത്യധർമ്മ നീതി നിലനിൽക്കുവാൻ വേണ്ടിയുള്ള ഈ ധാർമ്മിക സമരത്തിൽ ചാനൽ 91 ഒപ്പമുണ്ട്. നന്ദി, സ്നേഹം.